നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഉറക്കത്തിനിടയ്ക്ക് സ്നോർ ചെയ്യുന്നവരായിരിക്കും അല്ലെ, കൂർക്കം വലിക്കുന്നവരായിരിക്കും. അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ ആരെങ്കിലും ആയിരിക്കും, ഹോസ്റ്റലിൽ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കും. അപ്പൊ ഇത് പലപ്പോഴും അവരറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉറക്കത്തിനെ അത് ബുദ്ധിമുട്ടിൽ ആക്കാറുണ്ട് അല്ലെ. എന്നാൽ ഇങ്ങനെ കൂർക്കം വലിക്കുന്നത് ചിലപ്പോ നമ്മുടെ ശരീരത്തെ മൊത്തം ഹാനികരമാക്കുന്ന ഒരു പ്രത്യേക കണ്ടീഷന്റെ ലക്ഷണമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഇങ്ങനെ കൂർക്കം വലിക്കുന്നത് സ്ലീപ്പ് അപ്നിയ എന്ന ഒരു പ്രശ്നത്തിന്റെ പ്രധാന ലക്ഷണമാണ്. സ്ലീപ്പ് അപ്നിയ എന്നാൽ എന്താണെന്നല്ലേ? സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഉറക്കം, അപ്നിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വാസതടസ്സം, അതായത് ഉറക്കത്തിൽ ഉണ്ടാകുന്ന തടസ്സത്തെയാണ് നമ്മൾ സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ഉണ്ടാവുന്നത് ബേസിക് ആയിട്ടുള്ള രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. അതായത് നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന ഒരു പ്രത്യേക പാത്വേ ഉണ്ട് അല്ലെ, നമ്മുടെ മൂക്ക് തൊട്ട് ശ്വാസകോശം വരെയുള്ള എയർ ട്രാക്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു ട്രാക്റ്റിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോൺസിൽ വളർന്ന ആ ഒരു ട്രാക്റ്റിൽ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ മൂക്കിന്റെ പാലത്തിന് വളവുണ്ട്, അല്ലെങ്കിൽ മൂക്കിൽ ദശ വളർന്നു നിൽപ്പുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷനിൽ ആ ഒരു ട്രാക്റ്റിൽ ഒബ്സ്ട്രക്ഷൻ സംഭവിക്കുകയും നമുക്ക് ശരിയായ രീതിയിൽ ശ്വാസം എടുക്കാൻ പറ്റാതെ വരികയും ചെയ്യും. അപ്പൊ ഇതിന് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്നാണ് പറയുന്നത്. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് ആളുകളിൽ കാണപ്പെടുന്നത്. പിന്നീട് ഒരു ബേസിക് കാരണം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൽ നിന്നും നമ്മുടെ ശ്വാസകോശത്തിലെ മസിലുകളിലേക്ക് ശരിയായ രീതിയിലുള്ള സിഗ്നൽസ് എത്തുന്നില്ല. ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആകാത്തത് കൊണ്ട് തന്നെ റെസ്പിറേറ്ററി മസിൽസിൽ, ശ്വാസകോശത്തിലുള്ള മസിലുകൾക്ക് ശരിയായ സങ്കോചം അല്ലെങ്കിൽ ശരിയായ രീതിയിൽ വികസിക്കാനോ ചുരുങ്ങാനോ കഴിയാതെ വരുന്ന അവസ്ഥ, ഈ ഒരു അവസ്ഥയിലും സ്ലീപ്പ് അപ്നിയ ഉണ്ടാവാം. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് സ്ലീപ്പ് അപ്നിയ ഉണ്ടാവുന്നതെന്ന് നോക്കാം. ഏറ്റവും പ്രധാനം അമിതമായിട്ടുള്ള പൊണ്ണത്തടിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ വയറുഭാഗത്ത്, അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിന്റെ ഭാഗത്തൊക്കെ അമിതമായിട്ട് തടിച്ചാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ സ്ലീപ്പ് അപ്നിയ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഒരു കാരണം നേരത്തെ പറഞ്ഞ പോലെ ഒബ്സ്ട്രക്ഷൻ ആണ്. അതായത് നമ്മളുടെ ശ്വാസകോശത്തിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ആ ഒരു മൂക്കിന്റെ ഭാഗത്തോ തൊണ്ടയിലോ ഒക്കെ ഇത്തരത്തിലുള്ള ഗ്രോത്തുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് അലർജി പോലെയുള്ള പ്രശ്നങ്ങൾ, തുമ്മല്, അങ്ങനത്തെ സ്നീസിങ് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് സ്ലീപ്പ് അപ്നിയ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ ഹെറിഡിറ്റി ആയിട്ട്, പാരമ്പര്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു അപ്നിയ, സ്ലീപ്പ് അപ്നിയ വരുന്നതായിട്ട് കാണാറുണ്ട്. പലപ്പോഴും നമുക്ക് പ്രഗ്നൻസി അല്ലെങ്കിൽ മെനോപോസ് ഒക്കെ ആകുന്ന സ്ത്രീകളിൽ ഇത്തരത്തിൽ സ്ലീപ്പ് അപ്നിയ കണ്ടുവരാറുണ്ട്. കൂടുതലായിട്ടും പുരുഷന്മാരിലാണ് ഇത് കാണുന്നത്. പിന്നെ ഒരു പ്രധാന കാരണം അമിതമായിട്ടുള്ള സ്മോക്കിംഗ്, പുകവലി, അതുപോലെ തന്നെ അമിതമായിട്ടുള്ള മദ്യപാനം. ഇത് രണ്ടും സ്ലീപ്പ് അപ്നിയയിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്ന പ്രധാന കാരണങ്ങളാണ്. സ്ലീപ്പ് അപ്നിയയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാന ലക്ഷണം രാത്രിയിലുള്ള അതിശക്തമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഉച്ചത്തിലോട് കൂടിയിട്ടുള്ള ഒരു കൂർക്കം വലിയാണ്. ഈ ഒരു കൂർക്കം വലി ഡീപ്പായിട്ടൊരു കൂർക്കം വലിച്ച് അല്ലെങ്കിൽ ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം കുറച്ചു നേരത്തേക്ക് പേഷ്യന്റ് അനക്കമൊന്നും ഇല്ലാതിരിക്കും. അപ്പൊ ഈ ഒരു സമയത്ത് ആണ് ഇവർക്ക് അപ്നിയ വരുന്നത്. ചിലപ്പോൾ ഈ ഒരു സമയത്ത് പേഷ്യന്റ് ഞെട്ടി ഉണർന്നു എന്ന് വരാം, അല്ലെങ്കിൽ അവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടു എന്ന് വരാം. എന്നാൽ 10 തൊട്ട് 30 സെക്കൻഡിനുള്ളിൽ വീണ്ടും അവർക്ക് ശ്വാസം തിരിച്ചു കിട്ടുകയും അല്ലെങ്കിൽ ശ്വാസം എക്സേൽ ചെയ്യാൻ പറ്റുകയും അവരുടെ ആ ഒരു ഉറക്കം വീണ്ടും പഴയതുപോലെ കിടന്നുറങ്ങാനും പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഉറക്കത്തിനിടയ്ക്ക് സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും പേഷ്യന്റ് ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് വാസ്തവം. അടുത്ത് കിടക്കുന്നവർക്കോ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിനോ വീട്ടിലുള്ളവർക്കോ ഒക്കെ ആയിരിക്കും ഇത് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഈ ഒരു രീതിയിൽ ഉറക്കം തടസ്സപ്പെടുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പേഷ്യന്റിന് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു സൗണ്ട് സ്ലീപ്പ് കിട്ടുന്നില്ല. അതുകൊണ്ട് നേരം വെളുക്കുമ്പോൾ ഇവർക്ക് രസകരമായിട്ടുള്ള ഒരു ഒരു റെസ്റ്റ്ലെസ്നെസ് തോന്നും, അല്ലെങ്കിൽ അസഹനീയമായിട്ടുള്ള ഒരു ക്ഷീണം പിന്നെയും തോന്നാം. പകല് മുഴുവൻ അവർക്കൊരു ഉറക്കം തൂങ്ങൽ പോലെയുള്ള അല്ലെങ്കിൽ ഒരു സുഖമായിട്ടുള്ള ഒരു അസ്വസ്ഥത അനുഭവപ്പെടാം. അതുകൂടാതെ എവിടെയെങ്കിലും ഒക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉറക്കം വരുന്നത് പോലെ തോന്നാം. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു കൺഫ്യൂഷൻ വരും. പിന്നെ രാത്രിയിൽ തലവേദന വരാം, ഉറക്കം നഷ്ടപ്പെട്ടതിൻ്റെ ഇതുപോലെയുള്ള തലവേദന, അതിൻ്റെ കൂടെ ചിലപ്പോൾ വോമിറ്റിങ്, നോസിയ പോലെയുള്ള സിംറ്റംസ് ഉണ്ടായെന്ന് വരാം. കാര്യങ്ങൾക്ക് ഓർത്തിരിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. അതായത് പെട്ടെന്ന് കാര്യങ്ങൾ മറന്നു പോകുന്ന ഒരു ലക്ഷണം വരാം. അതുകൂടാതെ ഇത് പലപ്പോഴും ഈ ഒരു ഉറക്കത്തിന് ഇതുപോലെ താളം തെറ്റിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഡ്രൈവിംഗിൽ അതുപോലെ തന്നെ ഓഫീസ് വർക്കിലൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ട്രാഫിക് ആക്സിഡൻസ് ഒക്കെ ഉണ്ടാവാൻ ഈ ഒരു സ്ലീപ്പ് അപ്നിയ ഉള്ളവർക്ക് വളരെയേറെ സാധ്യത കൂടുതലാണ്. പിന്നെ ഈ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ ബ്രെയിനിലേക്ക് ശരിയായ രീതിയിൽ ഓക്സിജൻ സപ്ലൈ വരാതിരിക്കുന്നുണ്ടാവും. ഇപ്പൊ ക്രോണിക് ആയിട്ട് സ്ലീപ്പ് അപ്നിയ ഉള്ള ഒരാൾക്ക് ഭാവിയിൽ സ്ട്രോക്ക് വരാന്, പിന്നെ ഹാർട്ടിന്റെ പ്രോബ്ലംസ് വരാന്, ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ വരാന്, ഡയബറ്റീസ്, BP പോലെയുള്ള പ്രശ്നങ്ങൾ വരാനും ഒക്കെയുള്ള സാധ്യത കൂടുതലാണ്. അടുത്തതായി നമുക്ക് ഈ ഒരു സ്ലീപ്പ് അപ്നിയ എങ്ങനെ പരിഹരിക്കാം എന്ന് നോക്കാം.
ഏറ്റവും പ്രധാന കാര്യം നമ്മുടെ ഒബേസിറ്റി, അമിതവണ്ണം കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. 10% തൊട്ട് 20% വരെ വെയിറ്റിൽ റിഡക്ഷൻ കൊണ്ടുവരുന്നതോടുകൂടി തന്നെ നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ വളരെയേറെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ കിടക്കുമ്പോൾ മലർന്ന് കിടക്കാതിരിക്കുക, ഏതെങ്കിലും ഒരു വശത്തേക്ക് ചെരിഞ്ഞു കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു എയർവേയിൽ വരുന്ന ഒബ്സ്ട്രക്ഷൻ ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. റെഗുലർ എക്സസൈസ് ചെയ്യുക, അതുപോലെ തന്നെ അമിതമായിട്ട് കാർബ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ മധുരം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. യോഗ അല്ലെങ്കിൽ പ്രാണായാമം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അഭ്യസിക്കുക. അണ്ടർലൈൻ രോഗങ്ങൾ അല്ലെങ്കിൽ മൂക്കിൽ ദശ വളരുന്നത് പോലെ അല്ലെങ്കിൽ ടോൺസിൽ ഐറ്റിസ്, അഡിനോയിഡൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ BP, ഷുഗർ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ട കറക്റ്റ് ട്രീറ്റ്മെന്റ് എടുക്കുക. നമുക്ക് ഹോമിയോപ്പതിയിൽ ഇത്തരത്തിലുള്ള എല്ലാവിധ പ്രശ്നങ്ങൾക്കും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ഒന്നുമില്ലാത്ത മരുന്നുകൾ ലഭ്യമാണ്.